പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി പോലും പണി ചെയ്തിട്ടും ഓവർ ടൈം ചെയ്തിട്ടും കുടുംബം പോറ്റാൻ പറ്റാതെ കടങ്ങളിൽ വിഷമിക്കുന്നവരെ പണിയോട് പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ജീവിതം എന്ന് തോന്നുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്താൽ കടങ്ങൾ പരിഹരിക്കുമെന്നറിയാതെ നിസ്സഹായമായി നിൽക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുതിയൊരു ജീവിതം നൽകി കർത്താവെ അവിടെ വഴി പോയി തിരിച്ചു വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാണാത്ത കാലം കെട്ടപ്പെട്ട് കിടക്കുന്നവരെ
മേൽഗതിക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, അവർ ചുറ്റിത്തിരിയുന്ന ആ വിഷ്യ സർക്കിളിൽ നിന്ന്, വിഷമവൃത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തങ്ങളുടെ ജീവിതം അവസാനിച്ചു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, പോയി മരിക്കട്ടെ, പോയി തൊലയട്ടെ എന്ന് നിരാശയോടെ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്നെ നശിപ്പിച്ചുകൊണ്ട് നിശബ്ദമായ ആത്മഹത്യയിലേക്ക് പോകുന്ന ആൾക്കാരെ കർത്താവേ, അവരെ വീണ്ടെടുക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അവർക്കെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട്, ഈ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ജീവിതത്തിലൂടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വളർച്ച മുട്ടിപ്പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, ഗർഭാശയത്തിൽ ക്യാൻസർ ഉള്ളവർ, ഉദരാശയ ക്യാൻസർ, ആമാശയ ക്യാൻസർ, കുടലിൻ്റെ കുരുക്ക്, അൾസർ, അരിസസ് രോഗങ്ങൾ, ആന്തരിക രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ കർത്താവ് സിസ്റ്റുള്ളവർ, ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചവർ, ഹൃദയത്തിന് കർത്താവ് സ്റ്റോപ്പ് വന്നതെന്ന്, അവർക്ക് ഹൃദയത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നവർ, ഹൃദയത്തിന് ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയെന്ന് വിചാരിച്ചതിന് വിഷമത്തിലിരിക്കുന്നവർ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ ആരോഗ്യം വീണ്ടെടുത്തായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർ, ഒരു യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല, പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി, ലോകത്തെ പേടി, പോലീസിനെ പേടി, വക്കീലിനെ പേടി, അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് ജീവിക്കുന്നവരെ കർത്താവെ, അവരെല്ലാം സാക്ഷികൾ പ്രാർത്ഥിക്കുന്നു. ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരിൽ പിന്നീട് പല വർഷം കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് ഗതി കിട്ടാതെ നിൽക്കുന്ന ഇരുണ്ടുപോയ കുടുംബങ്ങൾ, ഇരുണ്ടുപോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസേനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന, മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന, ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രാർത്ഥന, അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ മഹ്യപ്രായപ്പെടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ, ജീവിതമാർഗ്ഗം എന്തെന്നറിയാത്തവർ, പഠനം മുട്ടിപ്പോയവർ, എന്ത് പഠിക്കണമെന്ന് അറിയാത്തവർ, എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാത്തവർ, അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോയുടെ നാമത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ അതാത് ദിവസങ്ങളിലുള്ള ഒരു ഹ്രസ്വ സൂത്രവാക്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തെ മേൽഗതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ബ്രെഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ബൈബിളിനെ വിളിക്കുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ബൈബിൾ തന്നെ ഒരു ഉടമ്പടി പുസ്തകമാണ്. 2 രാജാക്കന്മാർ 23:3 എഴുതുക. സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ എന്ന് പറയണില്ല അവര്, കർത്താവിൻ്റെ പുസ്തകം എന്ന് പറയണില്ല, വചനഗ്രന്ഥം എന്ന് പറയണില്ല, മറിച്ച് ഉടമ്പടി ഗ്രന്ഥം എന്നാണ് വിളിക്കുന്നത് ബൈബിളിന്. അതെ, ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നു കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. അത്രേ ഉള്ളൂ. ഉടമ്പടി അത്രേ ഉള്ളൂ. എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആ ക്യാപിറ്റൽ വേർഷനിൽ നിന്നാണ് മരിയൻ ഉടമ്പടി ശാഖ എടുത്തിരിക്കുന്നത്. നമ്മളെന്താണ് അമ്മ പറയണത് എന്താണ്? ഇല്ലായ്മകൾ പരിഹരിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുക, കർത്താവിൻ്റെ കൽപ്പന പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ചും അനുവർത്തിച്ചും പോകും. ബൈബിൾ എന്താണ്? ഉടമ്പടി പുസ്തകമാണ്. പുറപ്പാട് 24:7-8 എടുത്തേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് അവിടെ കണ്ട പുറപ്പാട് 24 പറയണത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. ബൈബിൾ എന്നല്ല പറയണത്, ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത്. കാര്യം ഈ ബൈബിളിൽ മൊത്തം
ഉടമ്പടിയുടെ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണത്? ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ്? ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ? ഉടമ്പടി പാലിക്കുന്നുണ്ടോ വെച്ചാൽ ഉടമ്പടി എന്തൊക്കെ വേണം? ഉടമ്പടി 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഫെയ്ത്ത്ഫുൾനെസ് വേണം, ദൈവത്തോട് വിശ്വസ്തത വേണം, പിന്നെ എന്ത് വേണം? ഒബീഡിയൻസ് വേണം, അനുസരണ വേണം. അപ്പം വിശ്വസ്തത, അനുസരണ, പിന്നെ എന്താ വേണ്ടത്? അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം. ഇത്രയും കാര്യങ്ങൾ ഉടമ്പടി കാതൽ. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് വേണം, ഒബീഡിയൻസ് വേണം, റിലേഷൻഷിപ്പ് വേണം. അതായത് വിശ്വസ്തത വേണം, അനുസരണ വേണം, അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം. അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല നമ്മൾ അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഉടമ്പടിയിൽ, ആ ബൈബിളിലൂടെ ഉപ്പ് ഉള്ളതാ, ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. അതിന് വിശ്വാസ പ്രയോഗമെന്ന് പറയും. വിശ്വാസം തന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കാം, വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് അതുകൊണ്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കുക വേണം ഉടമ്പടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശ്വാസത്തെ പ്രഖ്യാപിക്കണത് ആ പ്രയോഗത്തിലൂടെ നടക്കുന്നത് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് വേണം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ആത്മീയ ബൈബിൾ ശാസ്ത്രപ്രകാരം ചെയ്യാൻ വേണ്ടി. ഇപ്പം ഉദാഹരണം ബൈബിളെല്ലാം അങ്ങനെ ഇതെല്ലാം നോട്ട് ബൈ മേട്ടിൽ നടക്കേണ്ടതാണ്. ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാന സൂത്രവാക്യം, രക്ഷയുടെ സൂത്രവാക്യം എന്താ? രക്ഷ മനുഷ്യരാശി പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദൈവം ഉടമ്പടി കൊണ്ടുവന്നത്. അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന സൂത്രവാക്യം എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫെസ്യർ 2:8 നിൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന്. അപ്പം ഈ എൻ്റെ കൃപയെന്നുള്ള വിഷയം നമ്മുടെ കഴിവ് 0 മാറുമ്പോഴും അപ്രസ്തുതമാകുമ്പോഴും അത് അപര്യാപ്തം, കഴിവുകൾ അപര്യാപ്തമായി വരുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ആവശ്യമായി വരണത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ വിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ്, ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യത്തിനായി എടുത്തിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ത്രേസ്യാമ്മ എന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ത്രേസ്യാമ്മ വർഗീസ്. ഇതെൻ്റെ ഭർത്താവ് വർഗീസ്. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപത കാക്കുളിശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:44-45 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവപിതാവിനാൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടാമതായിട്ട് ഈ വീട്ടമ്മയുടെ ജീവിതത്തിൽ നടക്കുന്ന അസാധാരണമായ ദൈവിക ഇടപെടലുകളും ദൈവാനുഭവങ്ങളുമുണ്ട്. ആദ്യമായിട്ട് ഈ ത്രേസ്യാമ്മ എന്ന അമ്മ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2015 നമുക്ക് മരിയൻ ഉടമ്പടി പ്രാർത്ഥന ലഭിച്ചതിന് ശേഷം 2016 ഈ 2016 കാലഘട്ടം മുതൽ ഈ അമ്മ പറയുന്നുണ്ട്, പലപ്പോഴായിട്ട് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട്. അപ്പോഴൊക്കെ ഈ കൃപാസനം പത്രം വായിച്ചിട്ട് ഞാൻ മാറ്റിവെക്കും. ഈ അമ്മ വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ അമ്മയ്ക്ക് ഗുരുതരമായ ഒരു അസുഖമുണ്ട്. അസുഖം ഇതാണ്: ഞാൻ 2 വർഷത്തോളം എൻ്റെ 2 കാൽപാദങ്ങളും നീര് വന്ന് അസ്ഥി തുളഞ്ഞുള്ള വേദനയും നീരുമായി നടക്കാനോ യാത്ര ചെയ്യുവാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. എൻ്റെ വലത് കൈ ക്രമേണ തളർച്ച ബാധിക്കുകയും ബലം കുറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഓർത്തോ ഡോക്ടറെ കണ്ടു. ഹോമിയോ, അലോപ്പതി
ആയുർവേദം എല്ലാം കണ്ടെങ്കിലും എനിക്ക് യാതൊരു കുറവുമില്ല. ഓരോ ടെസ്റ്റുകളും 5000-ഉം 10,000-ഉം കൊടുത്ത് ചെയ്യും. ഒന്നിലും എനിക്കൊരു സ്വസ്ഥത കിട്ടിയിരുന്നില്ല. എനിക്ക് എല്ലാവരോടും ദേഷ്യവും കോപവും ഒക്കെയായി. എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. ആരോടൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആകെ നിരാശയിലായിരുന്നു. അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരുപാട് മക്കൾ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ സാക്ഷ്യത്തിൽ പറയാറുള്ളൊരു വാക്ക് ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു അടയാളം കാണാത്തപ്പോൾ, ജീവിതത്തിൽ ഇങ്ങനെ പടുക്കുഴിയിലോട്ട് വീണുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ നിരാശയിൽ ആണ്ടുപോയി എന്ന്. നമുക്കറിയാം, നമ്മൾ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ആധ്യാത്മികതയുടെ മാതൃക എന്ന് പറയുന്നത്. ഈ അമ്മയുടെ പ്രത്യേകത എന്താണ്? അമ്മയുടെ സുവിശേഷ മാതൃക നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, അമ്മയുടെ സ്പിരിച്വാലിറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 19-ാം തിരുവചനത്തിലും 2-ാം അധ്യായം 51-ാം തിരുവചനത്തിലും നമ്മളെ പ്രകാരം വായിക്കുന്നുണ്ട്: യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നതിൻ്റെ അർത്ഥം? അത് ദൈവപിതാവിനെ ഏൽപ്പിക്കുന്നതാണ്. ഈശോയുടെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ സ്വന്തം മകനും മകളും ആകുമ്പോൾ ദൈവം ഏറ്റവും നല്ലതേ സ്വന്തം മക്കൾക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഹനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഇനി ഒരിക്കലും ദൈവത്തെ പഴിച്ച് സംസാരിക്കരുത്. കാരണം അത് പ്രത്യേകമായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അമ്മ അത് പറയുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്കൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത് ഇതാണ്: എങ്കിലും ഞാൻ ചെറുപ്പത്തിലെ മുതലേ ഞാൻ ചെല്ലുന്നൊരു സുഹൃത്ത് ജപമുണ്ടായിരുന്നു, എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്ന്. പക്ഷേ ഈ സുഹൃത്ത് ജപത്തിൻ്റെ ഒരു മൂല്യം ജോസഫ് അച്ഛനിൽ നിന്നും കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ചങ്കിൽ കൊണ്ട് വിളിക്കാൻ ഈ അമ്മയ്ക്കറിയാം. അങ്ങനെ ഇരിക്കെ ഒരു മെയ് മാസത്തിൽ ഈ അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടാവുകയാണ്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ 2023 മെയ് മാസത്തിൽ ഞാൻ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കുമ്പോൾ മയക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു സ്വർണ്ണ നിറമുള്ള ഒരു മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾക്ക് വേളാങ്കണ്ണിക്ക് പോകാനുള്ള സമയമായി, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അമ്മ ആദ്യം ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്: സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മാതാവ് വേളാങ്കണ്ണിയിലെ മാതാവാണ്. അപ്പോൾ വേളാങ്കണ്ണി മാതാവ് എന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയാണെന്നാണ് ഈ അമ്മ ഭർത്താവിനോട് പറയുന്നത്. അതിൻ്റെ കാരണം ഇതാണ്: തുടർച്ചയായിട്ട് വേളാങ്കണ്ണിയിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഈ ഭവനത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈവപിതാവ് എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് ഈ അമ്മയെ പഠിപ്പിക്കും. അത് ഒരു വചനത്തിലൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ജെറമിയ 46:11 തിരുവചനമാണത്. ഈജിപ്തിലെ കന്യകയായ പുത്രി, നീ ഗിലെയാദിലേക്ക് പോകൂ, തൈലം കയ്യിലെടുക്കൂ. നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു, അതെല്ലാം പാഴായിപ്പോയി, നിനക്ക് രോഗശാന്തി കിട്ടിയില്ല. ഈ മകളുടെ അവസ്ഥ എന്താണോ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു വചനഭാഗമാണിത്. പക്ഷേ ഏറെ പ്രത്യേകമായിട്ട് തൈലം എന്നൊരു വാക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ അമ്മ പെട്ടെന്ന് കൃപാസനത്തെ പറ്റി ചിന്തിച്ചു. കാരണം നമ്മുടെ ഏറ്റവും വിലയേറിയ ഒരു നേർച്ച വസ്തുവാണ് ഉടമ്പടിയിലെ നേർച്ച വസ്തുവാണ് ഉടമ്പടി തൈലം എന്നുള്ളത്. ഈ ഒരു വചനം കിട്ടിയപ്പോൾ ഈജിപ്തിലെ കന്യകയായ പുത്രി, ഗിലെയാദിലേക്ക് പോകൂ, തൈലം കയ്യിലെടുക്കൂ. ഇത് കൃപാസനത്തിലോട്ടുള്ള ദൈവപിതാവിൻ്റെ നേരിട്ടുള്ളൊരു ക്ഷണനമായിരുന്നു. പിന്നീട് എനിക്ക് തന്നെ അത് പെട്ടെന്ന് മനസ്സിലായി, ഇത് കൃപാസനത്തിലാണല്ലോ തൈലം കൊടുക്കുകയെന്ന്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയാൽ കാര്യമില്ല, ഉടമ്പടി എടുത്താലാണ് തൈലം കിട്ടുകയുള്ളൂ എന്ന്. ഞാൻ എങ്ങനെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു വണ്ടിയിൽ പോലും യാത്ര ചെയ്യുമ്പോൾ പരസഹായം വേണം. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ഈ അമ്മ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല, അതുകൊണ്ട് കൂടുതലായി എനിക്ക് കൃപാസനത്തെ പറ്റി അറിയില്ല. എന്നിരുന്നാൽ തന്നെയും ദൈവപിതാവ് ഈ അമ്മയോട് വലിയ കരുണ കാണിക്കുകയാണ്. കാരണം ഈ അമ്മയ്ക്ക് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നടന്ന് എത്തേണ്ട ഒരു ദൂരം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വേണ്ടിവരും. കാരണം ഇഴഞ്ഞിഴഞ്ഞാണ് ഈ അമ്മ യാത്ര ചെയ്യുന്നത്. പരസഹായം കൂടാതെ സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഒന്നും ഈ അമ്മയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഈ അമ്മ ഇങ്ങനെ വിചാരിച്ചു, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ എത്തുന്നതെന്ന്. പിന്നെ ദൈവമാതാവ് നേരിട്ട് വിളിച്ചത് കാരണം ഈ അമ്മ പറയുകയാണ്, നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന്. അടുത്ത മാസം തന്നെ ഈ അമ്മ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയാണ്. മരിയൻ ഉടമ്പടി ഫോമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 2ാം നിലയിലാണ് ക്ലാസ് നടക്കുന്നതെന്ന്. അപ്പോൾ ഈ അമ്മ ആദ്യം ഒന്ന് പതറുന്നുണ്ട്. എന്നെ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു ഉടമ്പടി എടുക്കാനുള്ള ഒരു മുകളിലത്തെ നിലയിലേക്ക് പോകണമെന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് ബസ്സിൽ പോലും ഒരു വണ്ടിയിൽ കയറാൻ പോലും എനിക്ക് സാധിക്കാതെ ഞാൻ എങ്ങനെ മുകളിലേക്ക് പോകും? പക്ഷേ ഞാൻ ഒരു കണക്കിന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി ആ കോണിപ്പടി അവിടെ ചെന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് എന്തോ ഒന്ന് അഴിഞ്ഞു പോണത് പോലെ എനിക്ക് തോന്നി. ദൈവമാതാവ് നേരിട്ട് വിളിച്ചിരിക്കുന്നത് കാരണം പരിശുദ്ധ അമ്മയുടെ കരം, സാന്നിധ്യം ഈ അമ്മയോട് കൂടെയുണ്ടായിരുന്നു. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കാല് ആ സ്റ്റെപ്പിൽ എടുത്തു വെച്ചപ്പോൾ തന്നെ എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന്, കാലിൽ നിന്ന് അഴിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വേഗം തന്നെ 2ാം നിലയിലെത്തി. തുടർന്നുള്ള എല്ലാ ഉടമ്പടി സ്റ്റെപ്പുകളും പരിശുദ്ധ ദേവമാതാവിൻ്റെ കരം പിടിച്ച് ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് അമ്മ ഇവിടെ നിന്ന് യാത്രയാവുന്നത്. കാരണം പരസഹായം കൂടാതെ ഒന്ന് നടക്കാനോ ഒന്നും പറ്റാത്ത ഒരമ്മയാണ് ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്ന് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഈ കൈ പിടിച്ച് ബസ്സിൽ കയറിയൊന്ന് പോകാമെന്ന്. എന്തോ ആരോ ഒരു ശക്തി തന്ന പോലെ ഞാൻ തനിയെ ഡോക്ടറെ അടുത്ത് ചെന്നു. ബസ്സിൽ കയറി മറിയം ത്രേസ്യ ഹോസ്പിറ്റൽ കൊണ്ടായി. ആ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടു, ഡോക്ടർ രഞ്ജിത്തിനെ കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞു, കൂടെ ആരാ വന്നേക്കണേന്ന്. അപ്പോഴെന്നും എൻ്റെ ഹസ്ബൻഡോ മകനോ ആണ് എന്നെ കൊണ്ടുപോയിരുന്നത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ തനിയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ അമ്മയുടെ കൂടെ എപ്പോഴും താങ്ങായി തണലായി ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ മകൻ കൂടെ ഉണ്ടാവും. കാരണം പരസഹായം കൂടാതെ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത്രയേറെ ഗുരുതരമായിട്ടുള്ള ശാരീരിക അവസ്ഥയിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. അപ്പോൾ ഡോക്ടർ ഞെട്ടിക്കൊണ്ട് ചോദിക്കും, എന്തു പറ്റി, ഇതെങ്ങനെ സാധിച്ചു എന്ന്. അപ്പോൾ അമ്മ പറയും, ഞാൻ കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അമ്മ ശ്രദ്ധിക്കുന്നത്, ആ ഡോക്ടറിൻ്റെ ടേബിളിലും കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ സന്തോഷം കൈമാറുകയാണ്. തുടർന്ന് ഒക്ടോബർ മാസം ജപമാല റാലിയുടെ മഹാദിവസം വന്നു ചേരും. അപ്പോൾ അടുത്തുള്ളൊരു സഹോദരൻ പറയും, ഒരു സീറ്റ് ഒഴിവുണ്ട്, ത്രേസ്യാമ്മ ചേച്ചിക്ക് വരാമെന്ന്. ഇങ്ങനെ ആവർത്തിച്ച് ഈ ഒരു 5 പ്രാവശ്യത്തോളം ഈ ഒരു സഹോദരൻ ഈ അമ്മയെ വിളിക്കും. അപ്പോൾ ഈ അമ്മയ്ക്കൊരു ഡൗട്ട് വരും, എൻ്റെ അസുഖം പൂർണ്ണമായും മാറിയോ, ഇത് ദൈവത്തെ പരീക്ഷിക്കുന്നത് പോലെ ആകുമോ ഞാൻ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വരം ഈ അമ്മയുടെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മാതാവേ, ഇത് മാതാവ് എന്നെ വിളിക്കുന്നതാണോ എന്ന്. അപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി, ഞാൻ കാൽവരിയിൽ എൻ്റെ മകൻ്റെ കൂടെ നടന്നെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ എന്തേ പോകുന്നുകൂടെ എന്ന്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ പോരാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു. ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ഏറ്റവും മുന്നേ ഞാൻ തന്നെയാണ് അവിടെ എത്തിയതും. ഇത്ര വർഷങ്ങളായി ഒന്ന് പരസഹായം കൂടാതെ യാത്ര ചെയ്യാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അഖണ്ഡ ജപമാല മഹാറാലി ദിവസം അവരുടെ കൂടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ, എത്ര പേരാണ് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് അവരെക്കാളെല്ലാം മുൻപന്തിയിൽ ഈ അമ്മ റാലിയിലുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അർത്തുങ്കൽ ബസിലിക്കയിൽ റാലി പൂർത്തിയാക്കിക്കൊണ്ടാണ് അമ്മ
പരിശുദ്ധ ദൈവമാതാവിന് നന്ദി പറഞ്ഞ് പിരിഞ്ഞത് എന്നാണ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ദൈവമാതാവിൻ്റെ കരം പിടിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു സമയ ചുരുക്കത്തിൻ്റെ അത്ഭുത പ്രതിഭാസം. ഇങ്ങനെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഉച്ച നേരത്ത് ഈ അമ്മയ്ക്ക് ഒരു ശക്തമായ സുഗന്ധാഭിഷേകം ലഭിക്കുകയാണ്. ഇതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശക്തമായ സുഗന്ധാഭിഷേകം ആദ്യം ലഭിക്കുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വരവിൻ്റെ സൂചനയാണ്. രണ്ടാമത് ഒരു സ്വരം കേൾക്കുകയാണ്, നീ മുട്ടയിൽ നിൽക്കുക. മുട്ടയിൽ നിന്നപ്പോൾ വീണ്ടും ഒരു സ്വരം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക എന്ന്. ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ നിയോഗം പറയേണ്ട ആ ഒരു സമയം വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ അമ്മയെ നിയോഗം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് ആത്മാവ് സഭയെ ബോധ്യപ്പെടുത്തട്ടെ എന്ന്. പക്ഷേ എനിക്ക് എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥന ഞാൻ അങ്ങനെ ചെല്ലുമായിരുന്നു. ഈശോ പറഞ്ഞു തന്ന പ്രാർത്ഥനയായതുകൊണ്ട്, ആത്മാവ് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയായതുകൊണ്ട് ഞാൻ അതിതീക്ഷ്ണമായി കുറേ നാളത്തേക്ക് ഞാൻ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നും. ഇത് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരോടും ദൈവപിതാവ് പറയുന്ന ഒരു പ്രാർത്ഥനാ നിയോഗമാണ്. കാരണം ഈ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് തന്നതിന് ശേഷം തൊട്ടടുത്തെ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഉണർവോടെ കൃപാസനത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഇത് സ്വർഗത്തിൻ്റെ ഒരു വലിയ നിയോഗമാണ്. കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് ആത്മാവ് സഭയെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് നമുക്കും അമ്മയ്ക്ക് കിട്ടിയ വെളിപ്പെടുത്തലിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് ഈ അമ്മയെ ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുത്ത ഒരു സത്യമുണ്ട്. അത് ഇപ്രകാരമാണ്: അനുഗ്രഹങ്ങളുടെ ഒരു പൂമഴ കഴിയുമ്പോൾ സഹനങ്ങളുണ്ടാകും. ഈ സഹനങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് കൃപാവരത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവുക എന്നത്. അത് ഈ ഒരു അമ്മയും അത് അനുഭവിച്ചു. ഇപ്രകാരം വലിയ രോഗസൗഖ്യമൊക്കെ കിട്ടി സമാധാനപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു പൗൾട്രി ഫാമാണ് ഇവരുടെ ഉപജീവന മാർഗം എന്നുള്ളത്. അപ്പോൾ ഈ പ്രകാരം വലിയ രോഗസൗഖ്യമൊക്കെ കിട്ടി സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അയൽവാസി ഒരു കേസ് കൊടുക്കുന്നത് ഈ ഒരു പൗൾട്രി ഫാം നടത്തിപ്പിനെതിരായിട്ട്. ഞങ്ങളുടെ ആകെ ഒരു ഉപജീവന മാർഗമായ പൗൾട്രി ഫാം അയൽവാസി കേസ് കൊടുത്ത് അത് നിർത്തേണ്ടി വന്നു. ഒത്തിരി കടബാധ്യതകളുള്ളപ്പോഴാണ് ഞങ്ങൾക്കത് സാധിച്ചത്. അങ്ങനെ വന്നുപോയത്. 4 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. ഇപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് അവർ തിരിച്ചറിയായിരുന്നു. അനുഗ്രഹങ്ങളുടെ ഒരു പൂമഴ കഴിയുമ്പോൾ സഹനങ്ങളുണ്ടാകും. ആ സഹനങ്ങളിലൂടെയാണ് കൃപാവര സമൃദ്ധി, കൃപാവരങ്ങൾ നമ്മളിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് 4 ലക്ഷം രൂപ നിലനിൽക്കെ തന്നെ ഞങ്ങൾക്ക് ഈ പൗൾട്രി ഫാം പൂട്ടേണ്ടി വന്നു. ദൈവമാതാവിനോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ഭർത്താവിന് നല്ലൊരു ജോലി നൽകി, താൽക്കാലിക ജോലി നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു എന്ന്. അങ്ങനെ പടുകുഴിയിൽ നിന്ന് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞു. അവസാനമായിട്ട് ഈ സാക്ഷ്യത്തിൻ്റെ 4ാമത്തെ ഭാഗത്തിൽ ഈ അമ്മ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ പഠിച്ച ചില സത്യങ്ങളെക്കുറിച്ചാണ്. അതായത് സഹന ജീവിതത്തിൽ ഞങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയ ദൈവമാതാവാണ് എന്നാണ് ഈ അമ്മ ലോകത്തോട് വിളിച്ചു പറയുന്നത്. കാരണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മകൻ്റെ കുലച്ചോരയിൽ ചവിട്ടി രക്ഷണ കൃത്യം പൂർത്തിയാക്കി ദൈവമാതാവ് നിന്നിരുന്നു. അതുതന്നെയാണ് ഈ അമ്മ പറയുന്നത് ഞങ്ങളുടെ ആത്മധൈര്യമെന്ന്.
വീണ്ടും നമ്മൾ 119 സങ്കീർത്തനം 71 തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, കാരണം ഞാൻ അവിടുത്തെ ചട്ടം അഭ്യസിച്ചുവല്ലോ. അതെ, ഈ ജീവിത ദുരിതങ്ങളിലൂടെയാണ് വലിയ വലിയ സത്യങ്ങൾ ഈ അമ്മയ്ക്ക് സ്വർഗം പഠിപ്പിച്ചു കൊടുത്തത്. കാരണം കൃപാവരങ്ങളുടെ വലിയൊരു സമൃദ്ധി നമ്മളിലേക്ക് ഒഴുക്കുവാനുള്ള വലിയ ചാലുകളാണ് ജീവിതത്തിലുണ്ടാകുന്ന ഈ കഠിന ക്ലേശങ്ങൾ, സഹനങ്ങൾ എന്നുള്ളത്. അത് ഈ അമ്മയ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അമ്മ പറയുന്നുണ്ട്, ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത് ഇപ്രകാരമാണ്: എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റണമെന്ന്. അതിൻ്റെ കാരണം അമ്മ തന്നെ പറയുന്നുണ്ട്. ഇഴഞ്ഞാണ് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അത് ആഴ്ചയിൽ ഒന്നേ പോകത്തുള്ളൂ. അത് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ദേവാലയത്തിലേക്ക്. പക്ഷെ ഞാൻ അരമണിക്കൂർ ഇഴഞ്ഞാണ് ആ ദേവാലയത്തിലെത്തുന്നത്. പക്ഷേ ഉടമ്പടിക്ക് ശേഷം അമ്മ പറയുന്നത് പ്രകാരമാണ്: 2 കൊല്ലമായി ഒരു ദിവസം പോലും ഞാൻ ദിവ്യബലി മുടക്കിയിട്ടില്ല എന്ന്. ഇതാണ് സഹനങ്ങളിലൂടെയുള്ള കൃപാവര സമൃദ്ധിയിലേക്കുള്ള ഈ അമ്മയുടെ യാത്ര എന്ന് പറയുന്നത്. നമ്മളും ഇതേപോലെ ജീവിതത്തിൻ്റെ വലിയൊരു സഹന സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ കൃപാസനത്തിലോട്ട് നീന്തി കയറിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വന്നിരിച്ചിട്ടുള്ള ആധ്യാത്മിക വളർച്ചയെ ഈ നിമിഷം നമുക്കൊന്ന് മനനം ചെയ്യാം. എൻ്റെ കൃപാവര പൂർണ്ണ ജീവിതം നാളിതുവരെ അത് ഉന്നതിയിലോട്ടാണോ അതോ താഴ്ചയിലോട്ടാണോ? ജീവിതത്തിൽ അടിക്കടി ഉടമ്പടി എടുത്തിട്ടും തകർച്ചകൾ നമ്മളെ വേട്ടയാടുമ്പോൾ എന്താണ് എൻ്റെ ആധ്യാത്മിക നിലപാട്? അത് പരിശുദ്ധ അമ്മ കൈവരിച്ച നിലപാട് പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന, ഈശോയുടെ ഹിതത്തിനായി നോക്കി പാർക്കുന്ന ഒരു ജീവിത നിലപാടാണോ ഞാൻ ജീവിതത്തിൽ സംശീകരിച്ചു പോരുന്നത്? ഈ അമ്മയുടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കുകയായിരുന്നു. കാരണം 2015 എനിക്ക് ജോയിൻറ്റ് പെയിൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു വിഷയം ചെന്ന് പറയുമ്പോൾ അവരെന്നെ കളിയാക്കി വിടുമായിരുന്നു. മോൾക്ക് പ്രശ്നമൊന്നുമില്ല, മോൾക്ക് അത് തോന്നുന്നതാണെന്ന് പറയുമായിരുന്നു. പിന്നെ പോകെ ഇതിൻ്റെ സിംറ്റംസൊക്കെ കൂടി വന്നപ്പോൾ 2018 എൻ്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ഡോക്ടേഴ്സ് RA ഫാക്ടർ ചെക്ക് ചെയ്തു. അപ്പം അന്ന് 200 എബവ് ആയിരുന്നു വാല്യൂ. പിന്നീട് അത് 3000-ന് മുകളിലായി. ഒരിക്കലും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഞാൻ ബ്ലഡ് റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ ആ ലാബുകാരെന്നെ ഒത്തിരി ഫോൺ കോൾ എനിക്ക് എൻ്റെ മൊബൈൽ നമ്പറിലോട്ട് വിളിച്ചു. കാരണം അവർ ഞെട്ടിപ്പോയി. കാരണം അവരൊരു ലിമിറ്റ് വാല്യൂ അവരുടെ ലാബിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എൻ്റെ വാല്യൂ അതിൻ്റെ മുകളിലായിരുന്നു, 3000 എബവ് ആയിരുന്നു. അപ്പം ഞാൻ ഈ അമ്മയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനത് ഓർത്തു. പക്ഷേ ഞാൻ എൻ്റെ ഈ റുമറ്റോയുടെ ആർത്രൈറ്റിസ് ഇത്ര കൂടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഊബർ എടുത്ത് ഞാൻ എന്നും ദേവാലയത്തിൽ പോകുമായിരുന്നു. സഹനത്തിൻ്റെ കൊടിയ സമയങ്ങളിൽ ഒരിക്കൽ പോലും ഈശോയെ സ്വീകരിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ രോഗികളുണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്കവിടെ രാവിലെ ഒന്നും എടുത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഈ ബ്ലഡിൽ ഈ RA കൂടുമ്പോൾ നമുക്ക് തല കറങ്ങുന്നൊരവസ്ഥയുണ്ടാവും. ഒന്നും നമുക്കൊരു പേന പോലും എടുത്ത് ഉയർത്താൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ എന്നാലും നമ്മൾ ഡ്രസ്സ് ചെയ്തു ഒന്ന് വരണമെങ്കിൽ തന്നെ 1 മണിക്കൂർ എടുക്കും നമുക്ക്. കാരണം കൈയും കാലൊന്നും ഉയർത്താൻ പറ്റാത്തില്ല. പക്ഷേ ആ അവസ്ഥയിലും ഈശോയുടെ സ്നേഹത്തെ പ്രതി ഞാൻ ഒരു പരാതിയില്ലാതെ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ആ ഒരു സഹനയാത്ര ഞാൻ പൂർത്തിയാക്കി. ആ സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു: ജോമോളെ, നീ ഓടിച്ചാടി കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യും. ഇത് നിന്നെ കൂടുതൽ വിശദീകരിക്കാൻ ദൈവപിതാവ് നിനക്ക് തന്നിരിക്കുന്നൊരു സഹന സാഹചര്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഈശോയുടെ പരാതി പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ മിഷൻ കൂടുതൽ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ വിശദീകരിക്കും, ശക്തീകരിക്കും. ഒരു നിമിഷം നമ്മൾക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ദൈവപിതാവ് സഹനങ്ങൾ അനുവദിച്ചു തരുമ്പോൾ സന്തോഷത്തോടെ കുരിശുകളെ സ്വീകരിക്കുവാൻ ഈശോ പറഞ്ഞതുപോലെ, പിതാവ് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഈ ഭൂമിയിൽ പൂർത്തിയാക്കി എന്ന് പറയുവാൻ സന്തോഷത്തോടെ ഈശോയുടെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടി യാത്രയും ഉടമ്പടിയിലെ നിബന്ധനകളും നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ആവേ മരിയ. സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴി നടത്തലുകൾ ഉണ്ടാകുവാൻ
പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ
കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപാസനത്തിന്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ്
2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ ആവേ 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 മരിയ. അങ്ങയുടെ നാമം പൂജിതമാകണമേ,
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.